അച്ഛന്റെ കൂടെ പോയിക്കൂടെ? അതെ അമ്മേ, എനിക്കിന്ന് ക്ലാസ് ടെസ്റ്റാ. അച്ഛനെ വെയിറ്റ് ചെയ്താലേ ഞാൻ ക്ലാസ്സിലെത്താൻ വൈകും. അമ്മേ ഒന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. ഒന്നുമില്ല, ചെറിയ കൈ ചെറുതായിട്ട് മുറിഞ്ഞു. അവിടെ കൊണ്ട് ഒന്നുമില്ല. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണ്. മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു ഡോക്ടർ. എടീ, ഒരു ചായ. ദാ വരുന്നേ. ഇതാ ചായ. അല്ല ഏട്ടാ, ഇന്നും ഈ മടിയൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം? ഇവിടെ കഞ്ഞി വെക്കാൻ അരി പോലും ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പൈസ എവിടെ? മോനെ, എന്റെ കയ്യിൽ എവിടുന്നാ മോനെയൊക്കെ പൈസ? മോനെ, ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല. നിനക്കറിയോ? നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ഒന്നും തികയുന്നില്ല. പിന്നെ എവിടുന്നാ ഞാൻ കാശ് തരിക? അതൊന്നും എനിക്കറിയാണ്ട കിളവി തള്ള. ഞാൻ ഇന്ന് കോളേജിൽ പോയി വരുമ്പോ പൈസ കിട്ടില്ല, കൊല്ലും ഞാനാ. എന്താടി ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല ചേട്ടാ, അവൻ എത്ര നല്ല കുഞ്ഞായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പൊ അവന്റെ മട്ടും ഭാവവും ഒക്കെ വളരെ മോശമാ. എനിക്കിതൊന്നും കണ്ടു സഹിക്കാൻ പറ്റുന്നില്ല. കടയിൽ ചെന്ന് കുറച്ച് അരിയെങ്കിലും വാങ്ങിച്ചോണ്ട് വാ. ഇവിടെ വെക്കാൻ ഒന്നുമില്ല. അവന് കാശ് വേണമെന്ന് പറഞ്ഞ് എന്നും എന്റെ അടുത്ത് വഴക്ക. അമ്മ, പൈസ എവിടെ? എന്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാൻ പറഞ്ഞതല്ലേ. എന്റെ കയ്യിൽ കാശില്ല. നീ എന്താടാ ഈ കാണിക്കുന്നേ? എന്നാ പിന്നെ ഈ മാല ഞാനിങ്ങെടുക്കാം. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. സ്നേഹബന്ധത്തിന്റെ ലഹരി ഓരോ സിരയിലും പടരട്ടെ. മദ്യവും മയക്കുമരുന്ന് ലഹരികളും തുടച്ചു നീക്കാൻ നാം ഓരോരുത്തർക്കും കൈകോർക്കാം. ആ ജ്വാല സമൂഹത്തിന് വിളക്കാവട്ടെ. ലഹരി എന്ന ഇരുട്ടിനെ തുടച്ചു നീക്കി സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, നന്മയുടെ ജ്വാല തെളിയട്ടെ.